ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച ലഹരി ഉപയോഗം തടയുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം തല യോഗം ചേർന്നു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. സുലൈഖ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വ്യാജചാരായവും കഞ്ചാവും രാസലഹരി ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായാണ് ഇരിക്കൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നത്. ശ്രീകണ്ഠാപുരം നഗരസഭാ ഹാളിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ ഇ.വി. രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. സുലൈഖ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. വിപിന, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. മുഹമ്മദ്, ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പരത്തനാൻ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ.കെ. വിജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇതിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുവസമൂഹത്തെ. നമുക്കറിയാം, കേരളത്തിലെ യുവസമൂഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വൈവിധ്യമാർന്ന ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെ പരിശോധിച്ചാലും അവിടെ ഒരു മലയാളിയുടെ സാന്നിധ്യമുണ്ട്, അവിടെ ഒരു മാന്യമായി ജോലി ചെയ്യുന്ന മലയാളിയുണ്ട്, യുവാവുണ്ട്, യുവതിയുണ്ട് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കാനുള്ള ഈ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമ്മളുണ്ട്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം.